പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 29, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ലേഡീസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ലേഡീസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ്: കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഇനി ഏത് പേരിൽ അറിയപ്പെടും? അതുപോലെ തന്നെ ഹിന്ദി പ്രോത്സാഹനത്തിനായി ഇന്ത്യ യുഎന്നിലേക്ക് എത്ര തുക സംഭാവന ചെയ്തിട്ടുണ്ട്? ജൂലൈ 15 മുതൽ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളത് അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിൽ കോബ്രാൻഡ് ചെയ്യപ്പെടും? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ എല്ലാ ഉപകേന്ദ്രങ്ങളും, അതായത് ജനകീയ ആരോഗ്യ കേന്ദ്രം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര കുടുംബ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ സഹബ്രാൻഡ് ചെയ്യപ്പെടും. അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഇനി വരാൻ പോകുന്ന എല്ലാ പ്രദർശന ബോർഡുകളും, അതായത് നോട്ടീസുകളിലും ഇനി അറിയപ്പെടാൻ പോകുന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലായിരിക്കുള്ളൂ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതുണ്ടാവും. അതേപോലെ തന്നെ ഒരു ടാഗ് ലൈനും, അതായത് ആരോഗ്യം പരമം ധനം എന്ന പേരിൽ. ഇപ്പോൾ ഓരോ നോട്ടീസിലും അല്ലെങ്കിൽ ഓരോ ഡിസ്പ്ലേ ബോർഡിലും ഉണ്ടാകാൻ പോകുന്ന ഒന്നാണ്, അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതുപോലെ തന്നെ ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും. ഇതിനു മുമ്പത്തെ ഒരു കറണ്ട് അഫേഴ്സിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ പുതിയൊരു മാറ്റമാണ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പുതിയ പേരും അതുപോലെ തന്നെ ടാഗ് ലൈനും. എന്നാൽ കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ജൂൺ 26, അതായത് 2 ദിവസം മുമ്പാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് എല്ലാ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്കും നാഷണൽ ഹെൽത്ത് മിഷനും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനും ഈ ഒരു ബ്രാൻഡിംഗ് ഇനി പ്രാവർത്തികമാക്കണമെന്നുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. അതനുസരിച്ചാണ് ഇപ്പോൾ എല്ലാ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളും ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ അറിയപ്പെടാൻ പോവുക. 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയ ഇന്ത്യയിൽ നിന്ന് ആരാണ്? സഞ്ജന ഠാക്കൂർ. ഈ കഴിഞ്ഞ ജൂൺ 27, അതായത് ഇന്നലെ ലണ്ടനിൽ നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ ഇന്ത്യയിലെ എഴുത്തുകാരിയായിട്ടുള്ള സഞ്ജന ഠാക്കൂറിന് കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനത്തിന്, അതായത് കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറിക്ക് അവാർഡ് ലഭിച്ചു. 7359 എൻട്രീസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് 26 വയസ്സുള്ള സഞ്ജന ഠാക്കൂറിന് 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത്. ഈ ഒരു അവാർഡിന്റെ തുകയാണ് GBP 5000. ബ്രിട്ടീഷ് പൗണ്ടിനെയാണ് GBP എന്ന് പറയപ്പെടുന്നത്. 5000 പൗണ്ട് ആണ് സഞ്ജന ഠാക്കൂറിന് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അതായത് ഏകദേശം പറയുമ്പോൾ 5,27,000 രൂപയായിരിക്കുള്ളൂ അവാർഡ് തുക. ഐശ്വര്യ എന്ന പേരിട്ടിരിക്കുന്ന സഞ്ജനയുടെ കഥ ഒരു പരമ്പരാഗത ദത്തെടുക്കൽ ആയി ബന്ധപ്പെട്ട ഒരു കഥയാണ്. എല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡാണ് കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി അവാർഡ്. ഇപ്പോൾ കോമൺവെൽത്ത് റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്ക, ഏഷ്യ, കാനഡ, യൂറോപ്പ്, കരീബിയൻ ആൻഡ് പസഫിക് ഇവയെല്ലാം കോമൺവെൽത്ത് റീജിയൻസ് ആണ്. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള 7351 എൻട്രീസ് നിന്നാണ് 2024 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് സഞ്ജന ഠാക്കൂറിന് ലഭിച്ചിട്ടുള്ളത്. ഹിന്ദിയുടെ പ്രോത്സാഹനത്തിനായി ഇന്ത്യ യുഎന്നിലേക്ക് എത്ര തുക സംഭാവന ചെയ്തിട്ടുണ്ട്? $1.16 ദശലക്ഷം. ഹിന്ദിയുടെ പ്രചാരണത്തിനായി ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യ $1.16 ദശലക്ഷം സംഭാവന നൽകി. ഈ കഴിഞ്ഞ ജൂൺ 27 ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിന്റെ ചുമതലയുള്ള രവീന്ദ്രയാണ് ഇയാൻ ഫിലിപ്സിനെ ഈ ഒരു തുക കൈമാറിയിട്ടുള്ളത്. ഇയാൻ ഫിലിപ്സ് യുണൈറ്റഡ് നേഷന്റെ ന്യൂസ് ആൻഡ് മീഡിയ ഡിവിഷന്റെ ഡയറക്ടറാണ്. 2024 ജൂൺ 27 ആരംഭിച്ച ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ പരിശീലനത്തിന്റെ പേര് ഫ്രീഡം എഡ്ജ്. ഫ്രീഡം എഡ്ജ് എന്നത് ഒരു എക്സസൈസ് ആണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇത് ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു മൾട്ടിനാഷണൽ എക്സസൈസ് ആണ്. ജൂൺ 27 ഇത് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടുള്ളത് 2023 ഓഗസ്റ്റിൽ വെച്ചാണ്. അതായത് ക്യാമ്പ് ഡേവിഡ് എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു കോൺഫറൻസിൽ വെച്ചാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് ഒരുമിച്ച് നടത്തണമെന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതനുസരിച്ച് ജപ്പാൻ, ROK, അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയ, US എന്നിവ ഒന്നിലധികം കപ്പലുകളും വിമാനങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ട്
നടത്തുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ് ഫ്രീഡം എഡ്ജ്. 2024 ജൂലൈ 15 മുതൽ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്രി. ഈ വരാൻ പോകുന്ന ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുള്ളൂ വിക്രം ശ്രിത്, അതായത് ഫോറിൻ സെക്രട്ടറി. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടാണ് വിക്രം മിശ്രി സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ജൂലൈ 15 മുതൽ ആയിരിക്കുള്ളൂ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഫോറിൻ സെക്രട്ടറി ആണ് വിനയ് മോഹൻ ക്വാത്ര. അദ്ദേഹത്തിന് ശേഷം ആണ് വിക്രം മിശ്രി ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ് വിക്രം മിശ്രി. ഫോറിൻ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു മുഖ്യ ഉപദേശകനാണ്. ഇപ്പോഴത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് എസ് ജയശങ്കർ. നേപ്പാളിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഹിന്ദി സംവാദ് പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ ഉഷ താക്കൂർ. 12ാമത്തെ വിശ്വ ഹിന്ദി സമ്മാൻ ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉഷ താക്കൂർ. ഈ ഒരു പ്രോഗ്രാം ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് നേപ്പാളിലാണ്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയാണ് 12ാമത്തെ വിശ്വ ഹിന്ദി സമ്മാൻ എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഡോക്ടർ ഉഷ താക്കൂറിന് അവാർഡ് കൈമാറിയിട്ടുള്ളതും. ഏതാണ്ട് 40-ലധികം സാഹിത്യങ്ങൾ ഹിന്ദിയിലേക്കും നേപ്പാളിലേക്കും വിവർത്തനം ചെയ്യുകയും ഹിന്ദി ഭാഷയെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ഉഷ താക്കൂർ. ലോകത്തിന് പറയുമ്പോൾ 3ാമത്തെ ഒരു ഭാഷയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ്, 2ാമത്തേത് ചൈനയിലെ മൻഡാരൻ, 3ാമത്തേത് ഇപ്പോൾ ഹിന്ദിയായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഹിന്ദി സമ്മേളനം 12ാമത്തെ ലോക ഹിന്ദി സമ്മേളനം നടന്നിട്ടുള്ളത് ഫിജിയിൽ വെച്ചാണ് 2023. ഇന്നലെ ജൂൺ 28 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സസൻ ഗീർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഇതിന്റെ ഉത്തരം ഗുജറാത്ത്. ഗീർ നാഷണൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാർക്ക് ആണ് സസൻ ഗീർ നാഷണൽ പാർക്ക്. ഇത് ഗുജറാത്തിലാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിൽ കോബ്രാൻഡ് ചെയ്യും? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയ ഇന്ത്യയിൽ നിന്ന് ആരാണ്? സഞ്ജന ഠാക്കൂർ. ഹിന്ദിയുടെ പ്രോത്സാഹനത്തിനായി ഇന്ത്യ UN എത്ര തുക സംഭാവന ചെയ്തിട്ടുണ്ട്? $1.16 ദശലക്ഷം. 2024 ജൂൺ 27 ആരംഭിച്ച ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ ഉദ്ഘാടന പരിശീലനത്തിന്റെ പേര് ഫ്രീഡം എഡ്ജ്. 2024 ജൂലൈ 15 മുതൽ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്രി. നേപ്പാളിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഹിന്ദി സംവാദ് പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ ഉഷ ഠാക്കൂർ. ഇന്ന് ജൂൺ 29 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷ ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.